നമസ്കാരം. ഫോക്കസ് മീഡിയ ക്രൈം ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രേക്ഷകരെ, തൃശ്ശൂർ പൂരത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിൽ നിന്നും ഉയർന്ന ആ സ്ഫോടനം കേരളക്കരയാകെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ക്രൈം ഡെസ്കിൽ പരിശോധിക്കാം. അപകടം വരുത്തിവെച്ചതോ യാദൃച്ഛികമോ? മാലൂരെ, തൃശ്ശൂർ നടന്ന ഈ വെടിക്കെട്ട് അപകടം, മുണ്ടക്കാട് തൃശ്ശൂർ നടന്നിട്ടുള്ള ഈ വെടിക്കെട്ട് അപകടം കേരളത്തെ മുഴുവൻ, നമുക്ക് ഏവരെയും, കേരള ജനത മുഴുവൻ കണ്ണിലെടുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ കരിപ്രയോഗം സത്യം പറഞ്ഞാൽ ഈ കരി ഇന്ത്യയിൽ നിർമ്മിച്ചതല്ലായിരുന്നു. പ്രത്യേകിച്ച് ചൈന പോലുള്ള രാജ്യങ്ങളിലാണ് ആദ്യം ഈ കരിപ്രയോഗങ്ങൾ ഉണ്ടായിട്ടുള്ളത്. BC ഏതാണ്ട് 1-ാം നൂറ്റാണ്ടോടുകൂടി അവർ ഈ കൃഷിയിടങ്ങളിൽ വരുന്ന മൃഗങ്ങളെയൊക്കെ ആട്ടിപ്പായിക്കാൻ വേണ്ടി അവരെന്ത് ഈ മുളകളിലൊക്കെ ഈ സാധനം, ബാമ്പുകളിലൊക്കെ ഈ സാധനം വെച്ചിട്ട് കത്തിച്ചു വിടുക, അതൊക്കെയായിരുന്നു അവരുടെ പരിപാടി. അവരാണ് ഈ സാധനം യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ചത്. ഇത് ഇന്ത്യൻ നിർമ്മിത സാധനമൊന്നുമല്ല. ഇന്ത്യയിൽ ഈ പടക്കമൊന്നും കണ്ടുപിടിച്ചിട്ട്. അപ്പം അതിന് ശേഷം ഏതാണ്ട് ഒരു BC ഏതാണ്ട് 14-15 ആ കാലഘട്ടത്തിലാണ് ഇത് യൂറോപ്പിൽ ഏറ്റെടുക്കുന്നത്. യൂറോപ്പിലേക്ക് ഇത് പോവുകയാണ്. അവിടെ നിന്നാണ് പിന്നെ ബിസിനസ് പരമായിട്ട് പല രാജ്യങ്ങളിലേക്കും ഇത് പോകുന്നത്. ഏഷ്യ ആ രാജ്യങ്ങളിലേക്കൊക്കെ ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവിടെ നിന്നാണ് വന്നത്. അതാണ് ബിസിനസ് പരമായിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഉത്സവ പറമ്പുകളെ ആകെ കണ്ണിലാഴ്ത്തുന്ന, കുടുംബങ്ങളെ ആകെ കണ്ണിലാഴ്ത്തുന്ന ഈ ഒരു വസ്തു ഇന്ത്യൻ നിർമ്മിത സാധനമേ അല്ല. ഇത് കുടിയേറി വന്നൊരു സാധനമാണ്. ചൈനയാണ് ഇതിൻ്റെ ചൈനയാണ്. ആ സാധനമാണ് നമ്മുടെ ഉത്സവ പറമ്പുകളിലൊക്കെ കണ്ണിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ മുണ്ടക്കത്തോട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 8ഓളം കുടിലുകളാണോ ഷെഡുകളാണോ ആണ് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു സേഫ്റ്റി ഇല്ല. ഭയങ്കര ഈ വിഷാംശമായിട്ടുള്ള വെടിമരുന്നുകൾ, ഗ്ലൗസ് ഒന്നും. അപ്പോൾ ഒന്ന് ഗ്ലൗസ് ഇല്ലാതെ, അതിനു വേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നും എടുക്കാതെ, ഈ ഷെഡുകൾക്കൊന്നും അവിടുത്തെ പഞ്ചായത്തിൻ്റെ അനുമതി പോലും ഉണ്ടായിരുന്നില്ല. പഞ്ചായത്ത് ലൈസൻസ് ഒന്നും ഇല്ലായിരുന്നു. ലൈസൻസ്, അനുമതി എന്ന് പറയുമ്പോൾ ലൈസൻസ് ഒന്നുമില്ല. ഈ പറയുന്ന 8ഓളം ഈ ഷെഡുകളിലാണ് ഈ പടക്കങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അവിടെ ഒന്നും ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് ഇല്ല. അത് തന്നെയാണ് ഈ അപകടത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. ഈ 55 വയസ്സുള്ള അമ്മമാരൊക്കെയാണ്, 10-35 വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അമ്മമാരാണ് ഇതിൽ ചെയ്യുന്നത്. എന്നിട്ട് അവർ പറയുന്ന കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ സ്മെല്ല് വരുമ്പോൾ അവർ പറയുന്നത് ഈ സ്മെല്ല് ഒഴിവാക്കാൻ സ്പ്രേ അടിക്കുന്നു. അല്ല, ഇത് അവർക്കിത്, അതായത് അവരിതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. ഇത് ഉപയോഗിക്കുന്നത് വളരെ അപകടപരമായ സാധനമാണെന്നുള്ളൊരു ബോധവാന്മാരല്ലാത്തതുകൊണ്ടാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുറേ കമ്മീഷൻ നിയമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സർക്കാർ ഇതിലുണ്ട്. കമ്മീഷൻ അവർ പഠിക്കുന്നു, റിപ്പോർട്ടുകൾ സമർപ്പിക്കും. ഇപ്പോൾ പുറ്റിങ്ങൽ അപകടത്തിൻ്റെ റിപ്പോർട്ട് പോലും സമർപ്പിച്ചതിന് ശേഷം പ്രതികളടക്കം മുങ്ങുന്ന സാഹചര്യം, അവരാരും കിട്ടാത്ത സാഹചര്യം, ഇപ്പം ആ കേസൊന്നും ഒത്താത്ത സാഹചര്യം, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. അവർക്ക് ശമ്പളം ഒക്കെ കിട്ടിക്കൊണ്ട് തന്നെ അവർ നല്ല വൃത്തിക്ക് ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. എത്രത്തോളം ഉദ്യോഗസ്ഥരാണ് ആ കൂട്ടുനിന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് പത്രങ്ങളിലും പത്രമാധ്യമങ്ങളിലൊക്കെ വന്ന കാര്യം കൂടിയാണ്. നിരന്തര സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അന്വേഷിക്കാനായിട്ട് അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയാണ്. തൃശ്ശൂർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് CN രാമചന്ദ്രൻ നായരെയാണ് നിയമിച്ചിരിക്കുന്നത്. പുറ്റിങ്ങൽ അപകടവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പേരെ കസ്റ്റഡിയിലെടുക്കുകയും 56 പേരെ അത്രയും പേരെ കസ്റ്റഡി എടുത്ത് അത്രയും കുറ്റക്കാരാണെന്ന് തെളിയിക്കുകയുണ്ടായി. പുറ്റിങ്ങൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ അവർ നിയമിക്കുകയുണ്ടായിരുന്നു. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ PS ഗോപിനാഥൻ കമ്മീഷനാണ്. അദ്ദേഹം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചില മാനദണ്ഡങ്ങൾ ഒക്കെ കൊണ്ടുവരികയുണ്ട്. പക്ഷെ അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. കാര്യം തൃശ്ശൂർ നമ്മൾ കാണുന്നതാണ്, പടക്ക നിർമ്മാണശാല എന്ന് പറഞ്ഞാൽ ഒരു സുരക്ഷാ മാനദണ്ഡം അവിടെ കാണിക്കുന്നത്. കൃത്യമായിട്ട് നമ്മളെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. കാരണം ഈ അകലങ്ങളല്ല പാലിച്ചിരിക്കുന്നത്. ഈ കുടിലുകൾ ഈ പറയുന്ന പോലെ തന്നെ ഗുണ്ടുണ്ടാക്കുന്ന കുടിലിൻ്റെ ഒരു 10 മീറ്റർ അകലെയാണ് മറ്റേ ഈ ചരട് ഉണക്കുണ്ടാക്കുന്ന കുടിൽ. അതിനപ്പുറത്ത് അപ്പോൾ ഇതിനൊന്നും ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നുമില്ല. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു എന്തെങ്കിലും സംഭവം പെട്ടെന്ന് ഏതെങ്കിലും അടിസ്ഥാനത്തിൽ ഇതിന് ഒരു തീപിടുത്തം ഉണ്ടായാൽ അണയ്ക്കാനുള്ള ഒരു സംവിധാനം. അപ്പോൾ അങ്ങനെ കിട്ടുന്ന വേണ്ടുന്ന സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം. ഇപ്പം നമുക്കറിയാം, ഇപ്പം അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
ഇപ്പോൾ ലാസ്റ്റത്തെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് പോസോ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ചൂടുകൊണ്ടല്ല ഈ അപകടം ഉണ്ടായിരിക്കുന്നതെന്നാണ്. കാരണം അവർ ചൂണ്ടിക്കാട്ടുന്നൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുപോലെ പടക്കം നിർമ്മിക്കുന്ന പല ശാലകളുമുണ്ട്. അവിടെല്ലാം നമ്മുടെ ചൂടിനെക്കാട്ടി അതികഠിനമായ ചൂടാണ്. തമിഴ്നാട്ടിലായാലും മധ്യപ്രദേശ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ അതികഠിനമായ ചൂടാണ്. അപ്പോൾ ആ ചൂടിനെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ് ഈ പടക്കം നിർമ്മാണശാലകളിൽ അവിടെ ഉണക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ചൂട് കൊണ്ടല്ല ഈ അപകടം അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അവസാന നിമിഷത്തിൽ വന്നിരിക്കുന്നത്. ഒന്നുകിൽ ഇലക്ട്രിക് സർക്യൂട്ട് ആയിരിക്കും. കാര്യം ഞാൻ ഒരിക്കലും ചൂട് കൊണ്ടല്ല അവിടെ സംഭവം ഉണ്ടായിരിക്കുന്നതെന്ന് അത് നാഷണൽ ഏജൻസി തന്നെ പറഞ്ഞിരിക്കുന്നു. ക്ഷേത്ര ഉത്സവങ്ങളിലും ആചാരങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ ഏറ്റെടുക്കുമ്പോൾ ശരിക്കും ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ടായിരിക്കണം. ഒരു ജീവനുകളും നമുക്ക് നഷ്ടമാവരുത്. ഫോക്കസ് മീഡിയയ്ക്ക് പറയാനുള്ളൂ.